നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് നെൽസൺ തോമസ്. കഴിഞ്ഞ ഒരു 2 ആഴ്ച അല്ല 3 ആഴ്ചയോളം കാലം ഞാൻ വളരെ വലിയ ഒരു ചുമയുടെ പിടിയിലായിരുന്നു. ആ ചുമ നിർത്തില്ലാത്ത ചുമ. അങ്ങനെ എന്നാൽ പനിയുണ്ടോ? പനി ഇല്ലതാനും. ജലദോഷമില്ലാതെ ചുമയും അതോടൊപ്പം തന്നെ കഠിനമായ തൊണ്ടവേദനയും. ഞാൻ വിചാരിച്ചു ഇത് വല്ല ആന്റിബയോട്ടിക്സ് ഒക്കെ എടുത്ത് മാറുമെന്ന്. അപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് പുള്ളി ഡോക്ടറാണ്. വേറൊരാളോട് ഞാൻ ചോദിച്ചു, അദ്ദേഹം മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആണ്. അവരൊക്കെ പറഞ്ഞത് ഇതൊരു വൈറൽ ഇൻഫെക്ഷൻ ആണ്, അതായത് ഈ RSV വൈറസിന്റെ ഒക്കെ അതാണ് ഇതിന്റെ പിന്നിൽ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ ആന്റിബയോട്ടിക്സ് ഒക്കെ എടുത്ത് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. പിന്നെ അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയാലാണ് നമുക്ക് ആന്റിബയോട്ടിക്സ് എടുക്കാൻ കഴിയുക എന്ന് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ ലങ്സിനെയും അതോടൊപ്പം തന്നെ നമ്മുടെ വോക്കൽ കോഡിനെയും ബാധിക്കുന്നതാണ്. അത് ജലദോഷവുമല്ല, അത് നമ്മുടെ ശബ്ദം മാറ്റമുണ്ടാവും. യഥാർത്ഥത്തിൽ നമ്മൾ ഭയപ്പെട്ടു പോകും. എൻ്റെ ശബ്ദം തന്നെ പോകുന്നത് പോലെ ഞാൻ ഭയപ്പെട്ടു പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പോൾ ശബ്ദം കിട്ടുന്നില്ല. അങ്ങനെ വളരെ വിഷമത്തോടെയാണ് അതിനെ അഭിമുഖീകരിച്ചത്. എന്തായാലും 2-3 ആഴ്ച കഴിഞ്ഞു. ഇപ്പൊ ശബ്ദമൊക്കെ യഥാർത്ഥത്തിൽ തിരിച്ചു വന്നു. അങ്ങനെ വളരെ ഞാൻ അങ്ങ് ഹാപ്പിയായി. പക്ഷെ ഞാൻ പുറത്തിറങ്ങി പല ആൾക്കാരോടും ചോദിച്ചപ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. എല്ലാവരും ഇത് കണ്ട് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇത് യഥാർത്ഥത്തിൽ ഇത് കുറച്ച് സമയമെടുത്ത് പോകുന്നതാണ്. എന്നാൽ ചിലർക്ക് അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ആന്റിബയോട്ടിക് എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഡോക്ടറുടെ സഹായം സ്വീകരിക്കുന്നതാണ് നല്ലത്. സോ ഡോക്ടറെ കാണാതിരിക്കേണ്ട. ഒരു 4-5 ആഴ്ച വരെയൊക്കെ ഇത് നീണ്ടു നിൽക്കുന്ന കഠിനമായ ചുമ, ആ ചുമയെന്ന് പറയുന്നത് നമുക്ക് ഒരു നിർത്തില്ലാത്ത ചുമ, ഭീകരമായ ഒരു ചുമയിലേക്കാണ് നമ്മൾ പോകുന്നത്. ശബ്ദനാളത്തിന് വീക്കം വരുത്തുന്നതുകൊണ്ട് ശബ്ദവും പുറത്തോട്ട് വരത്തില്ല. ആകെ വലിയ പ്രതിസന്ധിയും ടെൻഷനുമായി പോകും. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത് എന്നുള്ളതാണ്. ഇതൊരു വൈറൽ ഇൻഫെക്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. ഡോക്ടറെ കാണുന്നത് നിർദ്ദേശമില്ലാതെ ആന്റിബയോട്ടിക്സ് ഒന്നും എടുത്ത് ഉപയോഗിക്കേണ്ട. ഇത് യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, അതോടൊപ്പം തന്നെ ചൂടുവെള്ളം കുടിക്കുക. ചൂടുവെള്ളം പിന്നെ അതിനകത്ത് ഉപ്പുവിട്ട് നമ്മൾ തൊണ്ടയ്ക്ക് ഗാർഗിളിങ് ചെയ്യുന്നത് വലിയ നല്ല ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ആവി പിടിക്കുക. ഇതൊക്കെ നമുക്ക് ഇതിന് ഒരു റെസ്ട്രിക്ഷൻസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെയാണ്. അത് അല്ലാതെ നമ്മൾ ഭയപ്പെട്ട് മുന്നോട്ട് പോവുകയല്ല ചെയ്യുന്നത്. ആവി പിടിക്കുക, ഗാർഗിൾ ചെയ്യുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പ്രായമായവരുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ അലർജറ്റിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ കുറച്ച് ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു ഡോക്ടർ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും, ആർക്കും ഒക്കെ ഇത് പിടിച്ചിട്ടുണ്ടാവും. അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്രായമായവരും അലർജി ഉള്ളവരും ഒക്കെ കൃത്യമായ രീതിയിൽ അത് ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കണം എന്നുള്ളതാണ് അവരുടെ നിർദ്ദേശം. ഇത് സ്വയം പ്രതിരോധമാണ് ഇതിനൊരു വഴി. അല്ലെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള മരുന്നുകളോ അല്ലെങ്കിൽ ആന്റിജൻ അങ്ങനെയുള്ള കൺസെപ്റ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഡോക്ടർമാരോട് ചോദിച്ച് മാത്രം, മറ്റുള്ളവർ പറയുന്ന കേട്ടും അതൊരു മരുന്ന് എടുക്കരുത്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത മരുന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കഴിച്ച മരുന്നുകളൊന്നും പറയാത്തത്. കാരണം നിങ്ങൾ അത് ഫോളോ ചെയ്യേണ്ട. ഓരോരുത്തർക്കും വിഭിന്നമായ രീതിയിലായിരിക്കും. അപ്പോൾ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് മാറാത്ത പനിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾ ഡോക്ടറുടെ ചികിത്സ തേടേണ്ടത് ആവശ്യമാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. ഇത് വരുന്നത് നമ്മളെ തൊട്ടടുത്തിരുന്ന ഒരു പബ്ലിക്കായിട്ടിരുന്ന് ചുമയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് വരാനുള്ള സാധ്യതയാണ്. പ്രത്യേകിച്ച് AC ഇട്ട കാറിനകത്തിരുന്ന് ചുമയ്ക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ഒരു ദിവസം എറണാകുളത്ത് വരെ പോയപ്പോൾ എൻ്റെ ഒരു സുഹൃത്തും കൂടെ പോയത്. പുള്ളിക്കാരൻ നല്ല ചുമയായിരുന്നു. AC കാറിനകത്തിരുന്നപ്പോൾ അങ്ങനെയാണ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവന് പോയപ്പോൾ അതേ ചുമ, അവൻ പറഞ്ഞ അതേ സിംറ്റംസ് ഒക്കെ എനിക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. അതിലുപരി നമ്മൾ യാത്ര ചെയ്യുമ്പോഴും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ മാസ്ക് ധരിക്കുക എന്നുള്ളതാണ്. അല്ലെ തുവാല വെച്ച് ചുമയ്ക്കുക, അത് കൈ പൊത്തിപ്പിടിച്ച് ചുമയ്ക്കുക. ഇതൊക്കെ അതിനൊരു പ്രിക്കോഷൻസ് ആണ്. പരമാവധി നമ്മൾ ഇതിനകത്ത് കൊടുക്കേണ്ടത് അവയർനെസ് മാത്രമാണ്. സാമൂഹിക അകലം പാലിക്കുക. നമ്മൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. നമ്മുടെ ഈ പറയുന്ന കൊറോണയൊക്കെ വന്നതിന് ശേഷം, ആ വാക്സിനൊക്കെ എടുത്തതിന് ശേഷം ഭയങ്കരമായ രീതിയിലുള്ള നമുക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഭയപ്പെടേണ്ട കാര്യങ്ങളില്ല. ഏത് കാര്യത്തിനും അതിൻ്റെതായ രീതിയിൽ നമുക്ക് ട്രീറ്റ്മെന്റ് ഉണ്ട്. നമ്മൾ ഭയപ്പെടാതെ ആ രീതിയിലേക്ക് അതിനെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഇവിടെ പറഞ്ഞത് വളരെ വ്യക്തമായി വെള്ളം കുടിക്കുക, ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുക, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക. ഈ വൈറൽ ഫീവർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പ്രതിരോധം അത് പതുക്കെ കൊണ്ട് എടുത്ത് ക്ലിയറായി വരുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് ടെൻഷൻ വേണ്ട. സാമൂഹ്യ അകലം പാലിക്കുക. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ശബ്ദത്തിന്, നമ്മുടെ ഇവിടെ തിരക്കണമെങ്കിലൊക്കെ നമ്മുടെ കുറേ ആൾക്കാരുടെ ശബ്ദം ഇങ്ങനെയൊക്കെ അടങ്ങി പറഞ്ഞത് കേൾക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ കാരണം ഇതാണ്. അതിന് 2-3 ആഴ്ച നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് പേടിക്കേണ്ട, ധൈര്യമായിട്ട് ഇത് ചെയ്യുക. എനിക്കിത് വന്നതുകൊണ്ട് ആ ഭയം മാറുന്നതിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അതോടൊപ്പം തന്നെ അവയർനെസ് കൃത്യമായി നോക്കുക.